നമ്മൾ ഒരു മരണ വീട്ടിൽ എസ്പെഷ്യലി ആ ഭൗതിക ശരീരം അവിടെ ഉള്ളപ്പോൾ ആ വീട്ടിൽ പോകുമ്പോൾ നമ്മൾ പാലിക്കേണ്ട ചില മര്യാദകളെക്കുറിച്ചാണ് ഞാനീ പറയുന്നത്. എല്ലാവർക്കും അറിയാവുന്ന മര്യാദകളാണെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പറയുക എന്നുള്ളത് എൻ്റെ ഒരു അതൊരു ശീലമാക്കി മാറ്റി ഡെയിലി. അതുകൊണ്ട് ഞാൻ ഇന്നെടുത്ത വിഷയം അതാണ്. കാരണം പലയിടത്ത് പോകുമ്പോഴും കണ്ടിട്ടുള്ള കാര്യങ്ങൾ എന്തെന്ന് വെച്ചാൽ, ആദ്യം നമ്മൾ ചെല്ലുമ്പോൾ തന്നെ എല്ലാവരുടെ കയ്യിലും ഇപ്പോൾ മൊബൈൽ കാണും. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ആ വീട്ടിലോട്ട് കയറുമ്പോൾ തന്നെ അതിൻ്റെ ആ സൗണ്ട് ഒന്ന് മ്യൂട്ടിലിട്ടാൽ, ഈ ആ ഡെഡ് ബോഡി അവിടെ കിടക്കുമ്പോൾ ചിലരുടെയൊക്കെ റിംഗ് ടോൺ, അത് പേഴ്സണൽ കാര്യമാണ്, കുറ്റം പറയാൻ പാടില്ല. പക്ഷെ ആ റിംഗ് ടോൺ കേൾക്കുമ്പോൾ അത് ഭയങ്കര ഒരു മനുഷ്യന് ഒരു അലോസരപ്പെടുത്തുന്ന പോലെ തോന്നി. എൻ്റെ തോന്നലുകളായിരിക്കും, എല്ലാവർക്കും തോന്നണമെന്നില്ല. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ആദ്യം തന്നെ അതിൻ്റെ സൗണ്ടൊന്ന് കുറച്ച് വെച്ചിട്ട് അതായത് ഒരു ഡെഡ് ബോഡി കിടക്കുന്ന വീട്ടിൽ പോകുമ്പോൾ ഉള്ള കാര്യമാണ്. അല്ലാത്തപ്പോൾ നമുക്ക് വേറെ ഒരു പ്രശ്നങ്ങളും ഇല്ല. കാരണം അവിടെ അതിനൊന്നും ഒരു റെസ്ട്രിക്ഷൻ എന്നല്ല പറയുന്നത്, നമ്മൾ പാലിക്കേണ്ട ചില മര്യാദകൾ. അതേപോലെ തന്നെ അവിടെ ചെന്നിട്ട് ആ മരിച്ച ആളിൻ്റെ ഒന്നുകിൽ ഭാര്യ, ഭർത്താവിൻ്റെയോട് അങ്ങനെ ചോദിക്കാൻ കിന്നാരം ചോദിക്കാൻ പോവില്ല ആരും. ആ ഭാര്യയോട് എങ്ങനെ മരിച്ചു, എപ്പോൾ മരിച്ചു എന്നൊക്കെ ഒരു 100 ചോദ്യം. അവർക്കൊന്ന് മനസ്സ് വിചാരിച്ചൊന്ന് കരയാനോ ഒന്നിനും ഒരു അവസരം കൊടുക്കില്ല. പല വീടുകളിലും ഞാൻ കണ്ടിട്ടുള്ള കാര്യം കൊണ്ടാണ് ഈ പറയുന്നത്. അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അവസാനം അവർക്കൊന്ന് വെള്ളം കുടിച്ചാൽ കൊള്ളാമെന്നുള്ളൊരവസ്ഥ വരെ എത്തി. ഓരോരുത്തരായിട്ട് ചെല്ലുമ്പോൾ ഈ കാര്യങ്ങൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് അവർ പറഞ്ഞുകൊണ്ടിരിക്കണം. എങ്ങനെ സംഭവിച്ചു, എപ്പോൾ ഡെഡ് ബോഡി ഇവിടെ കിടക്കുകയാണ്, അതിനുശേഷമാണെങ്കിൽ കുഴപ്പമില്ല, ആ ചോദിക്കുന്ന കാര്യം എല്ലാവരും കൂടിയൊക്കെ പറഞ്ഞു തീർക്കും. ഇത് ആ പർട്ടിക്കുലർ വ്യക്തി തന്നെ പറയണം, ഒരു കാര്യം തന്നെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോൾ അതൊന്ന് നമ്മൾ തീർച്ചയായിട്ടും അത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അത് അവരോട് തന്നെ ചോദിക്കുക, അല്ലെങ്കിൽ റിലേറ്റീവ്സിനോട് ചോദിച്ചപ്പോൾ. പിന്നെ വേറൊരു കാര്യം, അവർ കരയുന്നത് അങ്ങനെ പറയാൻ പാടില്ല. അവരൊന്ന് കരഞ്ഞോട്ടെ, കരഞ്ഞു തീർക്കാനല്ലേ പറ്റുള്ളൂ അവർക്ക്, അവരുടെ വിഷമം. അപ്പോൾ അത് കരയരുതേ എന്ന് പറഞ്ഞ് അവരെ സമാധാനിപ്പിക്കാൻ പോകുന്നതൊക്കെ വെറുതെയാണ്. അത് വെറും ഒരു വാക്കാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ അതുപോലെ തന്നെ കാണുന്ന കൂട്ടുകാരോടൊക്കെ കലപില എന്ന് വർത്തമാനവും പറഞ്ഞ് നാട്ടുകാരും വീട്ടുകാരും പറഞ്ഞ് ശരിയും ബഹളവും. ചിലരെ പറയുന്നുള്ളൂ, ഞാൻ എല്ലാവരും നല്ല പറയുന്ന, ചിലരെങ്കിലും ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളെല്ലാവരും അത് മനസ്സിലാക്കണം രീതിയിലാണ് ഞാനീ പറയുന്നത്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ തന്നെ തീരുമാനിച്ചാൽ കുറേ കാര്യങ്ങൾ നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും.